ഇതിനിടെ തിരുനെൽവേലിയിൽ മഴ നീക്കം അതിവേഗം തുടരുകയാണ്. വൈകുന്നേരത്തോടുകൂടി പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്. സർവ്വസന്നാഹവും ഒരുക്കി തമിഴ്നാട് മാലിന്യ നീക്കത്തോട് സഹകരിക്കുന്നുണ്ട്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇത് വലിയ ഒരു അതിർത്തി തർക്കം അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ടാക്കിയ ഒരു വിഷയമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഏതൊക്കെ തരത്തിലാണ് പുരോഗമിക്കുന്നത്? അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെള്ളാളംകുളം പഞ്ചായത്തിലെ മാലിന്യ നീക്കം ഇനിയും നിരവധി സ്ഥലങ്ങളിലുണ്ട്. 5 സ്ഥലങ്ങളിൽ ബാക്കി വലിയ രീതിയിൽ മാലിന്യങ്ങൾ ഇനിയും മാറ്റാനുണ്ട്. പക്ഷേ ഇത് വെള്ളാളംകുളത്ത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ക്ലോസ്ഡ് പ്രോപ്പർട്ടി, അതായത് ഒരു ഗേറ്റ് കടന്ന് മാത്രം വരെ ഒരു സ്വകാര്യ വ്യക്തിയുടെ തോട്ടങ്ങളിലേക്ക് പോകാനുള്ള വഴിയാണ്. അവിടെയാണ് ഈ മാലിന്യം കൊണ്ട് തള്ളിയത്. അതായത് ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ മാത്രമല്ല, ഈ ഒരു ഗേറ്റ് കടന്ന് ഇവിടെ ഈ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുകൂടി മാലിന്യം കൊണ്ട് ഇട്ടു എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. അതുകൊണ്ട് കൂടിയാണ് ഒരുപക്ഷെ ഇത് ഇപ്പോൾ പുറത്തറിഞ്ഞതെന്ന് കൂടി വേണം മനസ്സിലാകാൻ. കാരണം മറ്റേ ആളൊഴിഞ്ഞ സ്ഥലത്തിടുമ്പോൾ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടിട്ടപ്പോഴാണിത് ചോദ്യം ചെയ്യപ്പെട്ടത്. അങ്ങനെയാണിത് ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ ഇപ്പോൾ മാലിന്യ നീക്കം ഇവിടെ ഏതാണ്ട് 1 ലോഡ് സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഏറെക്കുറെ പൂർത്തിയാകാറായി. അവിടെ അല്പസമയത്തിനകം ജില്ലാ കളക്ടർ, തിരുനെൽവേലി കളക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് വരുന്നുമുണ്ട് ഇതിൻ്റെ ഒരു ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ. ഏതായാലും ഇവിടെ മാലിന്യ നീക്കം അവസാന ഘട്ടത്തിലേക്കാണ്. പക്ഷേ ഇനിയും മണിക്കൂറുകളെടുക്കും. ഏതാണ്ട് എല്ലാ സ്ഥലത്തെയും മാലിന്യങ്ങൾ നീക്കം ചെയ്ത് കഴിയാൻ, മറ്റു സ്ഥലങ്ങളിലെ മാലിന്യങ്ങൾ കൂടി നീക്കം ചെയ്ത് കഴിയാൻ ഇനിയും ഏതാണ്ട് സമയമെടുക്കും. ഇപ്പോൾ നമ്മോടൊപ്പം വെള്ളാളംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടി ചേരുന്നുണ്ട്. ഇங்கே എല്ലാം ഫിനിഷ് പോകാം. ஃபினிஷ் ஆயிரும்னு நினைக்கிறேன். இந்த 1 லோடோட இங்கே ஃபினிஷ் ஆயிரும். എത്ര ലോഡ് ടോട്ടൽ? இங்கே எங்கள் பஞ்சாயத்துக்கு 1 லோடு தான் வந்திருக்கு. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. அங்கே எல்லாமே 10 லோடுக்கு மோர் தென் 10 லோட்ஸ் இருக்கு. எப்படி ஒரு பிரைவேட் ப்ராப்பர்ட்டியில க்ளோஸ்டு கேட் உள்ள സ്ഥലத்துக்கு அதுதான் தெரியல. அது நைட்டு பண்ணியிருக்காங்க, லாரியில் நைட் கொண்டு வந்து தட்டியிருக்காங்க. அது யார் என்னங்கிறது விவரம் டீட்டெயில் ஃபுல்லாக தெரியல. இனி இப்படி தட்டாதிருக்க என்ன செய்ய போகிறேன்? அது எங்களுக்கு எங்கள் தமிழக அரசும் எங்கள் மாவட்ட கலெக்டரும் தெளிவான முடிவு எடுத்திருக்காங்க. அதனால் இனிமேல் இந்த தவறு நடக்காத மாதிரி அவங்க பார்த்துக்கிடுவாங்க. லோரிகள் இடக்கிடக்கு செக் பண்ணுவேன். கண்டிப்பாக உங்களுக்கு அதுக்குண்டான கேரளா கவர்மெண்ட்டுக்கு அதுக்குள்ளான இன்ஸ்ட்ரக்ஷன் வந்திருக்கும்ல, அதனால் எந்த ப்ராப்ளம் இருக்காது. அவங்களுமே தெளிவாக இருப்பாங்கன்னு நம்புகிறோம். അതുതന്നെയാണ് ഇവിടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ പോലും ഇത്തരത്തിൽ മാലിന്യം കൊണ്ട് തട്ടാൻ ധൈര്യം കാണിച്ചവർക്ക് എന്ത് ആയിക്കൂടാ? എങ്ങനെ അവർക്ക് ഈ ആൾപ്പാർപ്പില്ലാത്ത ജനവാസമില്ലാത്ത മേഖലകളിൽ കൊണ്ട് എന്തും ചെയ്തു എന്നതിൻ്റെ ഒരു തെളിവായി കൂടി ഇതിനെ കാണണം. ഏതായാലും ഇവിടുത്തെ 1 ലോഡ് മാലിന്യം മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതൊരു ജനവാസ മേഖലയാണ്, തൊട്ടടുത്ത് ഫാമുകളുള്ള മേഖലയാണ്. ഒരു അടച്ചിട്ട ഗേറ്റ് തുറന്നു വേണം ഇവിടേക്ക് വരാൻ. അവിടെ പോലും മാലിന്യങ്ങൾ നിക്ഷേപിച്ചു. ഏതായാലും അത് നീക്കം ചെയ്യുന്ന അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത ശേഷം ആരോഗ്യ വിഭാഗം, തമിഴ്നാട് ആരോഗ്യ വിഭാഗം ബ്ലീച്ചിംഗ് പൗഡർ ഇട്ട് ശുദ്ധീകരിക്കുന്ന പ്രവൃത്തി കൂടിയുണ്ട്. അല്പസമയത്തേക്ക് ഇവിടെ തിരുനെൽവേലി കളക്ടർ ഇവിടെ സന്ദർശിക്കുമെന്നും അറിയാൻ കഴിഞ്ഞു.